കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫാക്ടറിയിൽ നമ്മൾ ബോക്സെല്ലാം സെറ്റ് ചെയ്ത വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളൊരു ക്ലയന്റിന് വേണ്ടിയിട്ട് കിച്ചന്റെ 3D എടുത്തേക്കുന്നതാണ്. സൈഡിൽ പൊടിയാവുന്നില്ല, പിന്നെ സൈഡിൽ വേറെ ആർക്കും ഒരു പ്രശ്നം വരുന്നില്ല. പെയിന്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കൊണ്ടുവന്നത്. ആ കബോർഡ് തന്നെ സെയിം കബോർഡ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വ്യൂ ആണ് ഇത്. നമ്മൾ ബോക്സിൽ ഗ്രാനൈറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗ്രാനൈറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ക്ലാഡിംഗ് ടൈൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചിമ്മിനി സെറ്റ് ചെയ്തു, അടുപ്പ് സെറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ബോക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഓവൻ വെക്കാനും അതുപോലെ നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വെക്കാനുള്ള ഒരു വിക്കർ ബാസ്ക്കറ്റും ഒരു സ്റ്റോറേജും, പിന്നെ നമ്മുടെ സിങ്കിന്റെ തൊട്ടടുത്ത് വരുന്ന GTPT നമ്മൾ പ്ലേറ്റ് കഴുകി വെക്കുന്ന ഒരു സ്പേസും കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓവൻ ഇൻബിൽട്ട് തന്നെ വേണമെന്നില്ല. നമ്മളിപ്പോൾ സെപ്പറേറ്റ് ഒരു ഓവൻ മേടിക്കുവാണ്, അതിന്റെ സൈസ് നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻബിൽട്ടിന്റെ ഒരു ഫീൽ തന്നെ ഇതിന് വരും. അതിനൊരു എക്സോസ്റ്റിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ഗ്രില്ലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പൊ ബോക്സ് നമ്മളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടാണ് വന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ഗ്രാനൈറ്റും ടാഡോട്ടയിലും ചെയ്തു വരുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫ്യൂ ഡേയ്സ് മാത്രം മതി ഇതിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് കൊടുക്കാനായിട്ട്.